ഹലോ നമസ്കാരം, പുതിയ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സമൂസ എണ്ണല്ലാതെ ചെയ്യുന്നതാണ്. എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ഒരു പിഞ്ച് പെരിഞ്ചീരകം, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളക് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അതും ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് സമൂസേൻ്റെ അകത്ത് ചേർക്കേണ്ടതുകൊണ്ട് എല്ലാം ചെറുതായിട്ട് തന്നെ വേണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതുകൂടി ചേർത്ത് നന്നായിട്ട് ആ പച്ചമണം പോകുന്നവരേക്ക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ചെറുതായി അരിഞ്ഞ പീസും കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് തന്നെ ചിക്കൻ നമ്മൾ അരിഞ്ഞത് കൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ മതി. ചിക്കൻ വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ അത് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. പിന്നെ ചിക്കൻ്റെ അതായതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ നമ്മൾ സമൂസയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അത് കുക്കായതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി മേലെ ഒന്ന് തൂവി കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കത് ഫില്ലിങ് നമ്മളെ സമൂസ ഷീറ്റിലേക്ക് നിറച്ചു കൊടുക്കാം. ഈ സമൂസ ഷീറ്റ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കി വയ്ക്കാം. ഈ സമൂസ ഷീറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഇതേപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം പണിയില്ല, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് ഒരു കോണ് പോലെ ചെയ്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന എൻഡ് മൈദ മാവ് കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എയർ ഫ്രയറിൻ്റെ അകത്തുള്ള ഈ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്യാം. അത്രയും നമുക്ക് ഓയിലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. വേറെ നമുക്ക് നമ്മൾ ഡീപ്പായിട്ടൊന്നും ഓയിലൊന്നും ഒഴിക്കുന്നൊന്നുമില്ല. അതേപോലെ തന്നെ സമൂസേൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നമുക്കൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് എയർ ഫ്രയറിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം 180 ഡിഗ്രി ടെമ്പറേച്ചറും നമുക്കൊരു 15 മിനിറ്റ്സ് ടൈമും നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ സമൂസ റെഡിയാവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓയിൽലെസ് സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻസിൽ കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരും. പിന്നെ കാണാം. ബൈ.